Hi friends, everyone design tips in പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് Adobe Photoshop CS6ന്റെ കുറച്ച് കീബോർഡ് ഷോർട്ട്കട്ടുകളെ കുറിച്ചാണ്. ഈ കീബോർഡ് ഷോർട്ട്കട്ടുകളെല്ലാം തന്നെ ഫോട്ടോഷോപ്പിനകത്ത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്നവയാണ്. അതുപോലെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ 20 ഷോർട്ട് കീസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് വരുന്ന വീഡിയോയിൽ കൂടുതൽ ഷോർട്ട് കീസുകൾ മനസ്സിലാക്കാം. നിങ്ങൾ ഈ ഒരു ഷോർട്ട് കീസുകളെല്ലാം തന്നെ ബൈഹാർട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കിന്റെ സ്പീഡ് അത് വളരെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അതിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങളുടെ വാല്യുബിൾ ആയ കമന്റ്സ് കൂടി രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഷോർട്ട് കീസിനെ കുറിച്ചാണ് നോക്കുന്നതെന്ന് ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് കീസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ ഷോർട്ട് കീസും എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി പോകാം. ഫസ്റ്റത്തെ ഷോർട്ട് കീ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഫോട്ടോഷോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മളൊരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് Ctrl+N ആണ്. ഞാനിപ്പോൾ ഇവിടെ Ctrl+N പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഷോർട്ട് കീ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഫോട്ടോഷോപ്പ് ഇൻ്റർഫേസിനകത്ത് ലെയർ പാനൽ മിസ്സിംഗ് ആണ്. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു ലെയർ പാനൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് F7 ആണ്. ഞാനിവിടെ F7 പ്രസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ലെയർ പാനൽ വന്നിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് തേർഡ് ഷോർട്ട് കീ നോക്കാം. തേർഡ് ഷോർട്ട് കീ ആയിട്ട് വരുന്നത് ഒരു ന്യൂ ലെയർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണയായിട്ട് ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത് ലെയർ പാനലിൽ താഴെ വന്നതിന് ശേഷം ന്യൂ ലെയറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ്. നമ്മൾ അതിന് പകരമായിട്ട് Shift Ctrl+Alt+N ആണ് ഇവിടെ പ്രസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ന്യൂ ലെയർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഫോർത്ത് ഷോർട്ട് കീ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഫിൽ ഓപ്ഷനകത്ത്, അതായത് ഈ ഒരു ഫോർഗ്രൗണ്ട് കളറിനകത്ത് ഞാനിവിടെ ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറിനകത്ത് വൈറ്റ് കളറുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈ കളറിന് സ്വോപ്പ് ചെയ്ത് യൂസ് ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് കീ ആയിട്ടുള്ള X പ്രസ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ X പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കളേഴ്സ് തമ്മിൽ സ്വോപ്പ് ആവുന്നുണ്ട്. ഇനി ഫിഫ്ത്ത് ഷോർട്ട് കീ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫോർഗ്രൗണ്ടിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ള കളറിനെ എങ്ങനെയാണ് ഈ ഒരു ലെയറിനകത്ത് ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് Alt+Backspace ആണ്. ഇവിടെ ഞാൻ Alt+Backspace പ്രസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള ലെയറിനകത്ത് ഈ ഒരു ഫോർഗ്രൗണ്ട് കളർ ഫില്ല് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സിക്സ്ത് ഷോർട്ട് കീ നോക്കുന്നത് ബ്രഷ് ടൂളിനെ കുറിച്ചാണ്. ഞാൻ ഇവിടുന്ന് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനായിട്ട് B പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ ബ്രഷ് സെലക്ട് ആയിട്ടുണ്ട്. ഈ ഒരു ബ്രഷിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും യൂസ് ചെയ്യുന്ന കീ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്വയർ ക്ലോസിംഗ് ബ്രാക്കറ്റ് കീ ആണ്. ഞാനിവിടെ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ബ്രഷിൻ്റെ സൈസ് ഇൻക്രീസ് ആവുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് കീ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കീകൾ എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് കീസ് ആണ്. ഇനി സെവൻത്ത് ഷോർട്ട് കീ നമ്മൾ നോക്കുന്നത് ഈ ബ്രഷ് ടൂളിനെ കുറിച്ചാണ്. ഈ ഒരു ബ്രഷിൻ്റെ ഹാർഡ്നെസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ മെനുവിൽ പോയതിന് ശേഷമാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങൾക്ക് ഹാർഡ്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹാർഡ്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഷോർട്ട് കീ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Shift+ ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് കീ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാർഡ്നെസ് റെഡ്യൂസ് ആവുന്നതാണ്, അതായത് ഇതിൻ്റെ ഹാർഡ്നെസ് കുറയുന്നതാണ്. അതുപോലെ നമ്മൾ Shift ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് കീ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ആവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ഹാർഡ്നെസ് കൂടിയിട്ടുണ്ട്. ഈ ഒരു ഹാർഡ്നെസ് കൂട്ടാനായിട്ട് Shift ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് കീ ആണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാർഡ്നെസ് കുറയ്ക്കാനായിട്ട് Shift ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് കീ ആണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഷോർട്ട് കീ എന്താണെന്ന് നോക്കാം. ഈ ഒരു ഇമേജിൻ്റെ കളർ മോഡ് വരുന്ന RGB ആണ്. ഈ ഒരു RGB കളർ മോഡിനെ CMYKയിലോട്ട് മാറ്റുന്ന ഷോർട്ട് കീ ആണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡിനകത്തുള്ള Alt+IMC ആണ്. ഇവിടെ ഞാൻ Alt+IMC പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പോപ്പപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് OK പ്രസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം കളർ മോഡ് RGB മാറിയിട്ട് CMYK ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഷോർട്ട് കീ എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇമേജ് സൈസ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് Ctrl+Alt+I ആണ്. ഇവിടെ ഞാൻ Ctrl+Alt+I പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇമേജ് സൈസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഷോർട്ട് കീ എന്താണെന്ന് നോക്കാം. ഈ ഒരു ഇമേജ് ഞാനിവിടെ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഇമേജിനെ മൂവ് ചെയ്ത് നോക്കാനായിട്ട്, അതായത് ഈ ഇമേജിൻ്റെ മുകളിലേക്കും അതുപോലെ താഴേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെയുള്ള പോർഷൻ കാണാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ക്രോൾ ബാർ ആണ്. ഇതുപോലെ സ്ക്രോൾ ബാർ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ട് താഴെയുള്ള പോർഷൻ കാണാവുന്നതാണ്. അതുപോലെ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ ഈ ഒരു സ്ക്രോൾ ബാർ യൂസ് ചെയ്തുകൊണ്ട് സ്ക്രോൾ ചെയ്യാവുന്നതാണ്.
അപ്പം നമ്മൾ ഇതുപോലെ സ്ക്രോൾ ബാർ യൂസ് ചെയ്യാണ്ട് നമുക്ക് സിമ്പിളായിട്ട് കീബോർഡ് ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ ഇമേജിനെ മൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് സ്പേസ് ബാർ ആണ്. നമ്മളിവിടെ സ്പേസ് ബാർ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇമേജിനെ മൂവ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇതുപോലെ സൂം ചെയ്തിട്ടുള്ള ഒരു ഇമേജിനെ മൂവ് ചെയ്യുന്ന സ്പേസ് ബാർ പ്രസ് ചെയ്തുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്ത ഷോർട്ട് കീ നോക്കാം. ഞാനിവിടെ റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ആൾട്ട് ബാക്ക് സ്പേസ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ കളറും ഫില്ല് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെലക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സെലക്ഷനെ ഡീസെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ ഡി ആണ്. ഞാനിവിടെ കൺട്രോൾ ഡി പ്രസ് ചെയ്ത സമയത്ത് ഇവിടെ സെലക്ഷൻ പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കുന്ന കൺട്രോൾ ടി എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ്. ഞാനിവിടെ കൺട്രോൾ ടി പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫ്രീ ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്ന ഇതുപോലെ ഷേപ്പുകളുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ കൺട്രോൾ ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീ ട്രാൻസ്ഫോം എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ ജെ ആണ്. ഈ ഒരു കൺട്രോൾ ജെ നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ലെയറിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ഷേപ്പിൻ്റെ ലെയറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കൺട്രോൾ ജെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ലെയറിൻ്റെ അതേ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡ്യൂപ്ലിക്കേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺട്രോൾ ജെ പ്രസ് ചെയ്യുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള ലെയറിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നെക്സ്റ്റ് ഷോർട്ട് കീ നോക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ഉള്ള ലെയറുകളെല്ലാം ഒരുമിച്ച് മെർജ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ആദ്യത്തെ ലെയറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ലാസ്റ്റത്തെ ലെയറിൽ വന്നതിന് ശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം 3 ലെയറും സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ലെയറിനെ മെർജ് ചെയ്യുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ ഇ ആണ്. ഇവിടെ ഞാൻ കൺട്രോൾ ഇ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം 3 ലെയറുകൾ കൂടി മെർജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൺട്രോൾ ഇ യൂസ് ചെയ്യുന്നത് ലെയറുകളെ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ ജി ആണ്. ഈ ഒരു കൺട്രോൾ ജി നമ്മൾ യൂസ് ചെയ്യുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള ലെയറുകളെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഈ 2 ലെയറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ കൺട്രോൾ ജി പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ സെലക്ട് ചെയ്തിട്ടുള്ള ലെയറുകൾ ഗ്രൂപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൺട്രോൾ ജി യൂസ് ചെയ്യുന്നത് ലെയറുകളെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഷോർട്ട് കീ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഇമേജുകൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഫെദർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഫെദറിൻ്റെ ഷോർട്ട് കീ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ഇമേജിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഷിഫ്റ്റ് F6 പ്രസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഫെദർ സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള റേഡിയസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫെദറിൻ്റെ ഷോർട്ട് കീ ആയിട്ട് വരുന്ന ഷിഫ്റ്റ് F6 ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിൻ്റെ സൈസ് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺട്രോൾ ടി പ്രസ് ചെയ്തതിന് ശേഷം ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതെന്നാണ്. ഞാനിവിടെ കൺട്രോൾ ടി പ്രസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു കോർണറിൽ വന്നതിന് ശേഷം ഈ ഷേപ്പിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഷേപ്പ് ഇവിടെ സ്ട്രെച്ച് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ട്രെച്ച് ആയി പോകാതെ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ആണ്. നമ്മളിങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ ഷിഫ്റ്റ് കീ ഇവിടെ പ്രസ് ചെയ്യുക. ഞാനിവിടെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒന്ന് റെഡ്യൂസ് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു റൗണ്ട് ഷേപ്പ് സ്ട്രെച്ച് ആയി പോകാതെ അതിൻ്റെ ഒരു ആക്ച്വൽ സൈസിൽ തന്നെ ഇവിടെ റെഡ്യൂസ് ആവുന്നുണ്ട്. അതുപോലെ ഇത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം കറക്റ്റായിട്ട് തന്നെ ഇൻക്രീസ് ആവുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഏത് കോർണറിലാണോ ഞാൻ പിടിച്ചിട്ടുള്ള ആ ഒരു കോർണറിലാണ് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ആവുന്നത്. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിന് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ആൾട്ട് കീ പ്രസ് ചെയ്യാം. ഇവിടെ ഞാൻ ഷിഫ്റ്റ് ആൾട്ട് കീ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഷേപ്പ് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് ഇത് ഇൻക്രീസ് ആയി വരുന്നത്. അതുപോലെ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് തന്നെ ഇത് റെഡ്യൂസ് ആവുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷിഫ്റ്റ് കീയും ഷിഫ്റ്റ് ആൾട്ട് കീയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഷോർട്ട് കട്ട് കീ എന്താണെന്ന് നോക്കാം. ഈ ഒരു ഇമേജിനെ സൂം ചെയ്യാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സൂം ടൂളാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് ആൾട്ട് കീ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് മൗസ് അപ്പായിട്ട് സ്ക്രോൾ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാനിവിടെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇമേജ് ഇവിടെ സൂം ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡൗൺ ആയിട്ട് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് സൂം ഔട്ടും ആവുന്നതാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇമേജ് സൂം ചെയ്യാനോ അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഷോർട്ട് കീസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഷോർട്ട് കീ നോക്കാം. ഇതുപോലെ നമ്മൾ സൂം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ റൈറ്റിലോട്ടോ ഒക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് ടൂളാണ്. അതിൻ്റെ ഷോർട്ട് കീ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്പേസ് ബാർ ആണ്. ഇതുപോലെ നമ്മൾ സ്പേസ് ബാർ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ മൂവ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു സ്ക്രോൾ ബാറിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഡോക്യുമെൻറ്റ് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലും ഈസി ആയിട്ട് ഒരു ഷോർട്ട് കീ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ കീ ആണ്.
നമുക്കിവിടെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മൗസ് വീൽ സ്ക്രോൾ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മൾ മൗസ് വീൽ ഡൗൺ ആയിട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇമേജ് ലെഫ്റ്റിലോട്ട് മൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ നമ്മളിത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമേജ് റൈറ്റിലേക്ക് മൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് മൗസ് വീൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇതുപോലെ ഇമേജിനെയോ അല്ലെങ്കിൽ ഡോക്യുമെന്റിനൊക്കെ മൂവ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് ആൾട്ട് IAC ആണ്. ഇവിടെ ഞാൻ ആൾട്ട് IAC പ്രസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് പ്രോപ്പർട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷോർട്ട് കീയോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ള ഷോർട്ട് കീസ് മെയിൻലി അഡോബി ഫോട്ടോഷോപ്പ് CS6 കുറിച്ചാണ്. ഫോട്ടോഷോപ്പ് CC വെർഷനുകളിൽ ഇതിനകത്ത് നമ്മൾ നോക്കിയിട്ടുള്ള ചില ഷോർട്ട് കീസിനകത്ത് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫോട്ടോഷോപ്പിനകത്ത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.